ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തുന്ന കുറച്ച് ഓൺ റൂട്ടഡ്, അതായത് നാടനായിട്ടുള്ള കൊല പോലെ പിടിക്കുന്ന റോസാപ്പൂക്കൾ പരിചയപ്പെടാം. പൂക്കൾ ഇഷ്ടപ്പെടുന്നവരും വളർത്താൻ ആഗ്രഹിക്കുന്നവരും എൻ്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുള്ള് കാണുക കേട്ടോ. ഇത് പിങ്ക് ക്രിക്രി റോസാണ്, നിറയെ പിടിക്കുന്ന നാടൻ റോസാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബട്ടർഫ്ലൈ റോസാണ്, ഓർക്കിഡ് മിനിയേച്ചർ എന്നൊക്കെ പറയും. ഇതും നാടനാണ്, കൊല പിടിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു റോസാണ് വള്ളി റോസ. നമ്മുടെ നാടൻ വൈറ്റ് വള്ളി റോസ. 2-3 ടൈപ്പ് വള്ളി റോസകളുണ്ട് കേട്ടോ, നമുക്ക് മാറിപ്പോകരുത്. ഇത് നല്ല രീതിയിൽ കൊലകൊലാന്ന് പിടിക്കും. താഴെ നടുകയോ അല്ലെങ്കിൽ നമ്മുടെ പോട്ടിൽ നടുകയോ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പോട്ടിൽ നടുമ്പോൾ കുറച്ച് വലിയ പോട്ടിൽ നടണം കേട്ടോ. വള്ളി റോസ ആയതുകൊണ്ടാണ്. നമുക്ക് സപ്പോർട്ട് കൊടുത്തോ അല്ലെങ്കിൽ ഇതുപോലെ കോർണറിൽ വെച്ചിട്ട് തൂക്കിയിടുകയൊക്കെ ചെയ്യാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് തറയിൽ നടുന്നതാണ് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് റെഡ് ബട്ടൺ റോസ് പോലെ ഇരിക്കുന്ന റോസാണ്. ഇതും കൊലാന്ന് പിടിക്കുന്ന റോസാണ് കേട്ടോ. ഇതിന് 2 ടൈപ്പ് റോസ് എൻ്റെ കയ്യിലുണ്ട്. വള്ളി റോസും ഉണ്ട്, കുറ്റിയായിട്ട് നിർത്തുന്ന റോസും ഉണ്ട്. രണ്ടും നാടൻ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസാണ്. നമുക്ക് കമ്പ് വേര് പിടിപ്പിക്കാനൊക്കെ പറ്റുന്ന റോസാണ് കേട്ടോ. നിറയെ പൂക്കൾ എപ്പോഴും പിടിക്കുന്ന 2 തരം റോസാണ് ഈ വള്ളി റോസും. ഇതാണ് വള്ളി റോസ് എന്ന് പറയുന്നത്. മറ്റൊരു കുറ്റി റോസാണ്. നല്ല ഭംഗിയോടെ പിടിക്കുന്ന റോസുകളാണ്. അടുത്തെന്ന് പറയുന്നത് ഇതും ഒരു വള്ളി റോസാണ്. പേപ്പർ വൈറ്റ് വള്ളി റോസ് എന്നൊക്കെ പറയും. ഇതും നേരത്തെ കാണിച്ചതും വളരെ ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ഇതളെന്ന് പറയുന്നത്. ഇത് കുറേ നാൾ നിൽക്കുന്ന റോസാണ് കേട്ടോ. നല്ല ഭംഗിയോടെയുള്ള ഒരു ഗ്രീനിഷ് വൈറ്റ് കളർ റോസാണ് ഇതിനെന്ന് പറയുന്നത്. ഇതും നല്ല ഭംഗിയാണ്, ഓൺ റൂട്ടഡ് ആണ്. നമുക്ക് കമ്പ് വേര് പിടിപ്പിക്കാൻ പറ്റിയ റോസാണ്. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ്. വെള്ളം മാത്രം കൊടുത്താൽ മതി കേട്ടോ, പൂക്കൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അധികം മെയിൻ്റനൻസ് ഒന്നുമില്ല. ഇത് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ക്രീപ്പർ ഓറഞ്ച് റോസാണ്. ഇതും കൊലാന്ന് പിടിക്കുന്ന റോസാണ്. നാടൻ റോസാണ്, ഓൺ റൂട്ടഡ് ആണ്, ബഡ് റോസ് അല്ല. ഇതും നല്ല രസമായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ബിഗ് ഫ്ലവറാണ്. മാത്രമല്ല പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ്റനൻസും എനിക്ക് തോന്നുന്നില്ല വളരെ പാടുള്ളതാണെന്ന്. നല്ല സൺലൈറ്റിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് അത്യാവശ്യം വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ പിടിക്കുന്ന റോസാണിത്. എല്ലാവർക്കും അറിയുന്ന ചെറി റെഡിൻ്റെ ക്ലൈമ്പിംഗ് റോസാണ് കേട്ടോ. പെട്ടെന്ന് പുഷായിട്ട് വളർത്താൻ പറ്റിയിട്ട് അല്ലെങ്കിൽ കണ്ണടച്ച് തുറക്കുന്ന അപ്പം തന്നെ വലുതാവുന്ന റോസാണ് ഇതെന്ന് പറയുന്നത്. നിറയെ പൂക്കൾ തരും, എപ്പോഴും പൂക്കൾ തരുന്ന കുഞ്ഞു പൂക്കളുള്ള റോസാണ്. ഓൺ റൂട്ടഡ് ആണ് കേട്ടോ. ഇതും നിറയെ ബൊക്ക പോലെ ഫ്ലവർ തരുന്ന ഒന്നാണ്. നമ്മൾ അതിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്ന ഓർക്കിഡ് റോസാണ്. പൂ വിരിഞ്ഞിട്ടില്ല, വിരിയുമ്പോൾ കാണിക്കാം. ഓർക്കിഡ് റോസും ഇതുപോലെ നാടനാണ്, കൊലാന്ന് പിടിക്കുന്ന പൂവാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു റോസാണല്ലോ ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത്. ചെറിയൊരു തൈയായിരുന്നു കേട്ടോ, അതിപ്പോൾ വലുതായി. ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്ന ചെറിയ തൈകളാണ്, എനിക്കതാണ് ഇഷ്ടം. വലിയ തൈകളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ റോസ് ചിലപ്പോൾ നശിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ചെറുതാകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള മണ്ണിലേക്ക് പരിപാലിച്ച് കൊണ്ടുവരാമല്ലോ. അടുത്ത റോസ് എന്ന് പറയുന്നത് അധികം വിരിയാത്തൊരു റോസാണ്. ഇതും നേരത്തെ കാണിച്ചതുപോലത്തെ ഒരു റോസാണ് കേട്ടോ. പക്ഷെ 3ഉം വെറൈറ്റി കളറുകളാണ്. ഇത് പിങ്ക് പോലത്തെ റോസാണ്, മറ്റേ റെഡ് ആയിട്ടുള്ള റോസാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് വിരിയും, ഇടയ്ക്കിടയ്ക്ക് വിരിയത്തില്ല കേട്ടോ. അങ്ങനത്തെ റോസാണ്. ചിലപ്പോഴൊക്കെ നല്ല രീതിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ പറ്റും. അതും ഭംഗിയുള്ളതാണ്. ഇതും നാടൻ റോസാണ് കേട്ടോ. ഫെയറി റോസ് എന്നൊക്കെ പറയും. ചെറിയ പൂക്കളാണ്, നിറയെ പൂക്കൾ തരുന്ന കൊലാന്ന് പിടിക്കുന്ന റോസാണ്. ഇതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റോസാണ്. ഇത് എൻ്റെ നിന്ന് കുറച്ചൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്, എന്നാലും ഞാൻ അതിനെ ഓക്കെ ആക്കി എടുക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കമ്മൽ റോസ് എന്നല്ല, ചെലന്തി റോസ എന്നൊക്കെ പറയുന്നു. പണ്ടത്തെ വീടുകളിലൊക്കെ നിറയെ പിടിച്ചിട്ടുള്ള റോസാണ് ഈ ചെലന്തി റോസ എന്ന് പറയുന്നത്. ഇതും നാടൻ റോസാണ്, കൊല പിടിക്കുന്ന റോസാണ് കേട്ടോ. ഇത് സ്റ്റെറീന റോസാണ്. സ്റ്റെറീന റോസ് നമ്മൾ നല്ല രീതിയിൽ പരിചരിച്ചാൽ നല്ല രീതിയിൽ കൊല തരുന്ന റോസാണ്. എപ്പോഴും എൻ്റെ വീട്ടിൽ പൂക്കൾ പിടിക്കുന്ന ഒരു റോസാണ് ഇതും എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ഡേവിഡ് ഓസ്റ്റിൻ പോയറ്റ് വൈഫ് എന്നും പറഞ്ഞിട്ട് വാങ്ങിയ റോസാണ്. ഇത് മാംഗോല റോസ് പോലെയാണ് ഇരിക്കുന്നത്, പക്ഷെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിടിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ മസ്നോ റോസ് അല്ലെങ്കിൽ അഹല്യ റോസിൻ്റെ വൈറ്റാണ്. ഇതും കൊല പോലെ പിടിക്കുന്ന നാടൻ റോസാണ് കേട്ടോ. നിറയെ പൂക്കൾ പിടിക്കുന്ന, എപ്പോഴും പൂക്കൾ തരുന്ന റോസാണ്. അതുപോലെ തന്നെ നിറയെ റോസുകൾ പിടിക്കുന്ന ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നാടനായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ ക്ലൈമറ്റിന് ഓക്കെ ആയിട്ടുള്ള റോസുകളുണ്ട്. കൊലാന്ന് പിടിക്കുന്ന ഒരുപാട് റോസുകളുണ്ട്. അതിന് കറക്റ്റായിട്ടുള്ള പരിചരണം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന റോസുകളാണ് ഇവയെന്ന് പറയുന്നത്. എല്ലാവരും മാക്സിമം വാങ്ങി നോക്കുക. ഒരു 2 എണ്ണമൊക്കെ വാങ്ങി നോക്കി വെച്ച് നോക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.